അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസത്തിലാണ് നമുക്കെയും നിലകൊള്ളുന്നത്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ അനുസ്മരിക്കുന്ന ഈ പരിശുദ്ധമായ മാസത്തിൽ തങ്ങളെ സന്തോഷിപ്പിക്കാൻ, തങ്ങളുടെ മദതും തങ്ങളുടെ പൊരുത്തവും തങ്ങളുടെ നോട്ടവുമുള്ള നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടി തങ്ങളെ അവിടത്തേക്ക് സന്തോഷമുണ്ടാക്കുന്ന ധാരാളം നന്മകൾ ചെയ്യുക, അവിടത്തേക്ക് അതിയ ചെയ്യുക. അല്ലാഹു തആല നമുക്കൊക്കെയും ഭാഗ്യം തരട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് രണ്ടു ലോകവും വിജയിക്കുന്ന സജ്ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഏറ്റവും മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിർ. കുല്ലിയാ അയ്യുഹൽ കാഫിർ എന്ന സൂറത്ത് പാരായണം ചെയ്യുന്നവൻ, രാത്രി കടക്കുന്ന സമയത്ത് പാരായണം ചെയ്യുന്നവൻ ഒരിക്കലും അദ്ദേഹം ഈമാൻ കിട്ടിയിട്ടല്ലാതെ മരിക്കുകയില്ല. അദ്ദേഹം ഈമാൻ കിട്ടി മരിക്കും. അത്രയും അത്ഭുതമാണ് സൂറത്തുൽ കാഫിർ. 4 പ്രാവശ്യം ഓതിയാൽ അദ്ദേഹത്തിന് സൂറത്ത് പരിശുദ്ധ ഖുർആൻ മുഴുവനായും ഫുള്ളായും ഓതിയതിന്റെ സവാബ് ലഭിക്കും പരിശുദ്ധ സൂറത്തുൽ കാഫിർ ഓതിയാൽ. ഈ സൂറത്തിനെ കുറിച്ച് മഹാനായ ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, തഅഖദു സൂറത്ത കുല്ലിയ അയ്യുഹൽ കാഫിറൂൻ. നിങ്ങൾ കുല്ലിയ അയ്യുഹൽ കാഫിർ സൂറത്തിനെ നിങ്ങൾ നന്നായി പരിഗണിക്കണം. നിങ്ങൾ നന്നായി അതിനെ നിങ്ങൾ പരിഗണിക്കണം. നല്ല ഗൗരവത്തോടെ തന്നെ കാണണം. കാരണം അത്രയും അത്ഭുതമാണ് ഈ സൂറത്ത് എന്നുള്ളത് മഹാന്മാർ പറയുന്നു. ഒരാൾക്ക് ഒരു ആവശ്യം പൂർത്തിയാവാനുണ്ടെങ്കിൽ, ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പൂർത്തിയാവാനുണ്ടെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ, ഈ കാഫിറൂൻ സൂറത്തിന് 11 പ്രാവശ്യം അദ്ദേഹം ഓതിയാൽ മതി. 11 പ്രാവശ്യം ഒരാൾ ഓതി അള്ളാഹുവിനോട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പൂർത്തിയാവാൻ റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ അദ്ദേഹത്തിന് ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കും. അത്രയും അത്ഭുതമാണ്. അള്ളാഹു നമുക്കൊക്കെയും നല്ല ഈമാനോടുകൂടെ മഹാന്മാർ പഠിപ്പിച്ച കാര്യങ്ങളിൽ നല്ല വിശ്വാസത്തോടുകൂടെ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. 2 ലോകവും വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു ഏവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.